ഇപ്പോൾ ഇതാ നമ്മൾ കുടമണിക്ക് അമ്പലത്തിലാണ്. ഇന്നലെ ആറാട്ട് കഴിഞ്ഞ് ഭഗവാൻ തിരിച്ചെത്തി. അങ്ങനെ 10 ദിവസത്തെ ഉത്സവം സമാപിച്ചു. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ആറാട്ടിൻ്റെ അറേഞ്ച്മെൻറ്റുകളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത് നമ്മളിവിടെ. അപ്പോൾ നമുക്കും ഭഗവാനെ തൊഴാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായത്. ഞാൻ വന്നപ്പോഴൊന്നും മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഭാഗ്യത്തിന് അന്ന് വന്നപ്പോഴൊന്നും മഴയൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. നല്ല രീതിക്ക് തന്നെ എഴുന്നള്ളിപ്പ് കാണാൻ പറ്റി. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്ക് ഒന്ന് പോയേച്ച് വരാമേ ഗൈസ്. ഇവിടുത്തെ അലങ്കാരങ്ങളൊക്കെ ഒന്ന് കണ്ടു പോവാം. വഴിപാട് ഭണ്ഡാരത്തിൽ ചെറുതായിട്ടുണ്ട്. ഞാൻ പാൻ്റ് ഇട്ട് പോയി. എല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ കുളത്തിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്സ്. നമുക്ക് എന്തായാലും അകത്തേക്ക് കയറാൻ പറ്റും. വണ്ടി വരുന്നുണ്ട്. കുറേ ദിവസം ഇവിടെ ആഘോഷങ്ങളും ഉണ്ട്. ഇതാണ് നമ്മുടെ അമ്പലത്തിലെ അലങ്കാരങ്ങൾ. ഒത്തിരി വിഷമമുണ്ട്. ഉത്സവം തീർന്നു പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഉത്സവത്തിൻ്റെ സമയത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായി. അടുത്ത വർഷം ഇതൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ ഉത്സവം നടക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ്. കണ്ടോ വൈസ്, അവിടെയായിരുന്നു നമ്മൾ ഇത്രയും ദിവസം നിന്നിട്ട് എഴുന്നള്ളിപ്പൊക്കെ കണ്ടത്. ശരിക്കും എനിക്കും വരണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചില പ്രശ്നങ്ങൾ കാരണം ഉത്സവത്തിന് ഒരു പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഭാഗ്യത്തിന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് മഴ തന്നെയായിരുന്നു. പിന്നീട് എന്തായാലും ഉത്സവം തീർന്നു. ഭഗവാനെ തൊഴാൻ പറ്റി. ആറാട്ടിന് പോകുന്ന സമയത്ത് 2 പ്രാവശ്യം തൊഴാൻ പറ്റി. ഒരു പ്രാവശ്യം വീഡിയോയിൽ ഇതിലൂടെ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം ചാലക്കുടിയിലെത്താറായപ്പോഴും ഞാൻ അവിടെ വെച്ചിട്ടും ഭഗവാനെ തൊഴുതു. അപ്പോൾ 2 പ്രാവശ്യം ഭഗവാനെ തൊഴാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഒത്തിരി സന്തോഷം. എന്തായാലും അതാ ഇപ്പോൾ ഇതാണ് അവസ്ഥ. അതാണ് നമ്മുടെ പന്തൽ ഗൈസ്. ഉത്സവ പന്തലാണ് കാണുന്നത്. എന്തായാലും ഇനി അടുത്ത വർഷം നമുക്ക് ഇതിലും ഗംഭീരമായിട്ട് ഉത്സവം നടക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. പ്രകൃതിയിലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഉത്സവം നടക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത്രയ്ക്കുള്ളൂ ഗൈസ്. ഇതൊരു ചെറിയ ബ്ലോഗായിരുന്നു കേട്ടോ.